ഉലമാകളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഈ പരിശുദ്ധമായ സുദിനത്തിൽ ഈ മഹനീയ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ അനുഗ്രഹം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുമാന്യരെ, ദീർഘമായ ഒരു പ്രഭാഷണം എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അംഗത്വം ഉൾക്കൊള്ളാൻ വേണ്ടി നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടുള്ള നമ്മുടെ പരിശുദ്ധ മതത്തിന്റെ അനിവാര്യതയെ സംബന്ധിച്ചും 2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയുണ്ടായി. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. മനുഷ്യൻ പരാജയപ്പെട്ടവനാണ്. അജയ്യമായ കാലത്തെ കൊണ്ടും സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ആ നഷ്ടത്തിൽ നിന്ന് ഒരായവർ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിച്ചവരും സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും മാത്രമാണ്. പ്രസ്തുത സൂക്തത്തിലൂടെ മനുഷ്യൻ മഹത്വത്തെയും അവന്റെ പരാജയത്തെയും പരാമർശിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിലർ ചോദിച്ചേക്കാം. സ്വന്തം കാര്യങ്ങൾ മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയാത്ത മനുഷ്യൻ എവിടെ വെച്ചും ഒടുങ്ങുന്ന ജീവനെ വെച്ച് യാതൊന്നും അറിയാതെ നടന്നു വന്നിരുന്നു. തനിക്ക് മുമ്പിൽ വന്നെത്താവുന്ന അപകടവും പരാജയങ്ങളും മുൻകൂട്ടി കാണാൻ യാതൊരുവിധ കഴിവുമില്ല. ഒരു ശക്തിയുടെ നിയന്ത്ര വലയത്തിൽ കിടന്ന് ആ ശക്തിയുടെ ഇടവേളകൾക്കനുസരിച്ച് നഷ്ടവും കഷ്ടവും സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ പരാജയപ്പെട്ടവനല്ലേ. അവിടെ അവൻ രക്ഷപ്പെടണമെങ്കിൽ നല്ലത് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം, കൈക്കൊള്ളണം, സമൂഹത്തിൽ നല്ലത് നടപ്പിൽ വരുത്തുകയും വേണം. അവൻ വിജയികൾ തന്നെയാണ്. അസ്സലാമു അലൈക്കും.